ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു കുക്കറിലോട്ട് കുറച്ച് ചെറുപയറും ഇനി കുറച്ച് 2 പീസ് മധുരക്കിഴങ്ങും കൂടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയതാണ് ഞാനൊരു വലിയ കഷ്ണം മധുരക്കിഴങ്ങും പിന്നെ ഒരു ചെറിയ കഷ്ണം മധുരക്കിഴങ്ങുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ദാണ്ടെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒരു 1/2 കപ്പോളം ചെറുപയർ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് ഈ കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മധുരക്കിഴങ്ങുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. നമ്മൾ സാധാരണ പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഒരു 1/2 കപ്പോളം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പൊ നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ നെയ്യുടെ ഒരു ഫ്ലേവറും കൂടെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിക്കണം. നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ചൊന്ന് വേവിച്ചെടുക്കണേ. അപ്പൊ ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പൊ ദാണ്ടെ ഒരു 4, 5 വിസില് കേട്ടായിരുന്നു. അത് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ദാണ്ടെ കണ്ടോ നമ്മുടെ ചെറുപയറും മധുരക്കിഴങ്ങും ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കില് ഇതിന്റെ കൂടെ കുറച്ച് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് ഒരു പായസം പോലെ വേണമെങ്കിൽ കഴിക്കാം ട്ടോ. അപ്പൊ ഞാനിത് ഇങ്ങനെ തന്നെ ഒരു ഡിന്നറായിട്ട് ഉണ്ടാക്കിയതാണ് ട്ടോ. ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാണ്. അപ്പം നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ കഴിക്കണമെങ്കില് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഇതിങ്ങനെ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ മോനും കൂടെ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് ഒരല്പം ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പൊ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഹണി ചേർത്താലും മതി. ഇനി നമുക്ക് ഇതങ്ങോട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം ആണ്. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.